ഹലോ ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു, എൻ്റെ ഇളയ മോളുടെ ഒത്തിരി ഫാൻസി ടൈപ്പ് ഡ്രസ്സുകൾ ഒത്തിരി കയ്യിലിരിപ്പുണ്ട്. അവളുടെ ബർത്ത്ഡേക്കും പിന്നെ 90 ദിവസത്തെ പരിപാടിക്കൊക്കെ ഒത്തിരി കിട്ടിയിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലോത്ത് ബാങ്ക്, ഫുഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്താണത്. അത് വരുന്നത് പൂണിത്തുറ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം, നമ്മൾ ഉപയോഗം ചെയ്യാത്ത ഒത്തിരി പഴയ ഉടുപ്പുകളൊക്കെ ഉണ്ടാവും. അതായത് നമ്മുടെ കുട്ടികളിലായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ കുർത്താസ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ ഉപയോഗിക്കുന്ന പാൻസ്, ജീൻസ്, ഷർട്ട്, പിന്നെ സാരി, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ട് വീട്ടിലിങ്ങനെ കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കത്തിക്കാനും പറ്റില്ല. അന്ന് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കാറില്ല. കാരണം നമ്മളെല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് അവരെപ്പോഴാണ് വന്ന് എടുക്കുന്നത് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് സമയം അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള സമയം വെച്ചിട്ട് നമ്മൾ ഓരോ ഡ്രസ്സുകളൊക്കെ കൂട്ടി വെച്ച്, ക്ലീനായ ഡ്രസ്സസൊക്കെ കൂട്ടി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വളരെ നല്ലൊരു ഉപകാരമാണ്. കാരണം ഇത് ഇവിടെ നിന്ന് ആവശ്യമുള്ള ആൾക്കാർ വന്ന് മേടിക്കുകയും അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഞാൻ കയറി നോക്കിയപ്പോഴാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ സാരി മാത്രമല്ല യൂസ് ചെയ്ത ബ്ലൗസസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ബ്ലൗസുണ്ട്, സാരി കണ്ട ഇത്ര നല്ല കോട്ടൺ സാരികളാണെന്നറിയോ. ഭയങ്കര റീസണബിൾ റേറ്റിലൊക്കെയുള്ള നല്ല കുർത്തായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കണ്ട ഈ പീച്ച് കളർ കുർത്ത വരുന്നതും 250 റുപ്പീസിൻ്റെ കുർത്തയാണ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കൊടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെറുതെ വെച്ച് പൂത്ത് കളയുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വരുന്നത് പേട്ട ജംഗ്ഷനിൽ നിന്ന് പൂണിത്തുറയിലേക്ക് പോകും ലെഫ്റ്റ് സൈഡിൽ ഒരു കപ്പൂച്ചിൻ്റെ ഹോട്ടലുണ്ട്, അതിൻ്റെ തൊട്ടായിട്ടാണ് ഇത് വരുന്നത്.